നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. മൈത്രോപോലിത്തയുടെ മരണം എങ്ങനെ സംഭവിച്ചു? യോഹന്നാൻ മൈത്രോപോലിത്തയ്ക്ക് ശത്രുക്കളുണ്ടായിരുന്നു. മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തം. ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെ ചിറകിലേറി കേരളത്തിൽ നിന്നും ലോകത്തോളം വളർന്ന ഡോക്ടർ KP യോഹന്നാൻ എന്ന യോഹന്നാൻ മൈത്രോപോലിത്തയുടെ അപ്രതീക്ഷിതമായ മരണം അദ്ദേഹത്തിൻ്റെ അനുയായികളെയും സഭാവിശ്വാസികളെയും വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അമേരിക്കയിലെ ഡാലസിൽ താമസിക്കുകയായിരുന്ന മൈത്രോപോലിത്ത പ്രഭാത നടത്തത്തിന് ഇറങ്ങിയപ്പോഴാണ് വണ്ടിയിടിച്ച് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാവുകയും പിന്നീട് മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത്. അമേരിക്കയിലെ ഡാലസിൽ വർഷങ്ങളോളം ജീവിക്കുകയും ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ പഠനവും ഗവേഷണവും ഒക്കെ നടത്തുകയും സ്വന്തമായി തന്നെ ഒരു സഭ രൂപീകരിച്ച് ആ സഭയെ 100-ലധികം രാജ്യങ്ങളിലെ വിശ്വാസികൾക്കിടയിൽ സ്വാധീനമുള്ള പ്രസ്ഥാനമാക്കി മാറ്റുകയും ചെയ്ത മൈത്രോപോലിത്തയെ ഇല്ലായ്മ ചെയ്യാൻ ആരെങ്കിലും കരുക്കൾ നീക്കിയിരുന്നോ എന്ന സംശയമാണ് എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നത്. കാലങ്ങളായി അവിടെ താമസിച്ച് അവിടുത്തെ പരിസരവും ആൾക്കാരും നിരത്തുകളും ഗതാഗത സംവിധാനങ്ങളും എല്ലാം വലിയ പരിചയമായ മൈത്രോപോലിത്ത നടത്തത്തിനിടയിൽ വാഹന അപകടത്തിൽ പെട്ടു എന്ന് പറയുന്നത് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിലെ തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിലീവിയസ് ചർച്ച് സഭയുടെ അധ്യക്ഷനായ യോഹന്നാൻ മൈത്രോപോലിത്ത 74-ാമത്തെ വയസ്സിലാണ് അപകടത്തിൽ മരിക്കുന്നത്. ഡാലസിലെ സിൽവർ സിൻഡിൽ എന്ന സ്ഥലത്ത് പ്രഭാത നടത്തത്തിലാണ് മൈത്രോപോലിത്തയെ വാഹനം ഇടിച്ച് വീഴ്ത്തുന്നത്. അപകടത്തിൽ നെഞ്ചിനും തലയ്ക്കും പരിക്കേറ്റ മൈത്രോപോലിത്തയെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കിയെങ്കിലും മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. കേരളത്തിലെ അപ്പർ കുട്ടനാട്ടിലെ കടപ്പിലാരി വീട്ടിൽ ജനിച്ച മൈത്രോപോലിത്ത സുവിശേഷ പ്രസംഗങ്ങൾ ആയിട്ടാണ് ആധ്യാത്മിക രംഗത്ത് കടന്നു വന്നത്. അന്ന് KP യോഹന്നാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പ്രസ്ഥാനത്തിലൂടെ വിശാലമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തയ്യാറായി. വിദേശത്തു നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ യോഹന്നാൻ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പ്രസ്ഥാനത്തിൻ്റെ ശാഖകൾ ആരംഭിച്ചു. 2023 ബിലീവിയസ് ചർച്ച് എന്ന പേരിൽ സഭ സ്ഥാപിച്ചു. പിന്നീട് ആ സഭയുടെ ബിഷപ്പ് പദവിയും കിട്ടി. 16-ാമത്തെ വയസ്സിലാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി 1974 അമേരിക്കയിലെത്തുന്നത്. അവിടെ വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കി 1978 ഭാര്യയായ ജർമ്മൻകാരിയുമായി സഹകരിച്ച് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടനയും രൂപീകരിച്ചു. ഏറെക്കാലത്തെ വിദേശവാസം അവസാനിപ്പിച്ച് അദ്ദേഹം കുടുംബസമേതം തിരുവല്ലയിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കൊപ്പം മാനവ സേവനത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ മൈത്രോപോലിത്തയ്ക്ക് കഴിഞ്ഞു. തിരുവല്ല ആസ്ഥാനമായി അദ്ദേഹം തുടങ്ങിയ ആത്മീയ യാത്ര എന്ന റേഡിയോ പ്രഭാഷണ പരിപാടിയാണ് ലോകമെമ്പാടും അദ്ദേഹത്തിന് സ്വാധീനം നേടിക്കൊടുത്തത്. വളരെയധികം ജനശ്രദ്ധ നേടിയ പ്രഭാഷണ പരിപാടി 110 ഭാഷകളായി പിന്നീട് പ്രചരിക്കുകയുണ്ടായി. 1986 മുതൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ തണലിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. രാജ്യത്താകെയായി 1000-ഓളം ഗ്രാമങ്ങളിൽ ഈ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ എത്തിക്കുകയും ചെയ്തു. സുവിശേഷ പ്രസംഗം എന്ന ഏർപ്പാടിന് തന്നെ പുതിയ അർത്ഥങ്ങൾ നൽകിയ ആളായിരുന്നു മൈത്രോപോലിത്ത. ആധ്യാത്മിക കാര്യം മാത്രമല്ല, പാവപ്പെട്ടവരുടെ സേവനത്തിന് കൂടി ഉതകുന്നതായിരിക്കണം ക്രിസ്തീയ ജീവിതം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ജനസേവനത്തിൻ്റെ പാതയിൽ നടക്കുമ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുവാനും പരിപാലിക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തി. തിരുവല്ലയിലെ സഭ ആസ്ഥാനം 100 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും ഒരു കേരളീയ ഗ്രാമത്തെ പടുത്തുയർത്തിയിരിക്കുകയാണ് ഇവിടെ. ഔഷധ സസ്യങ്ങളും വിളവിഭവങ്ങളും എല്ലാം ആ ആസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങളോടെ തിരുവല്ലയിൽ പ്രവർത്തനം ആരംഭിച്ച വലിയ ഒരു മെഡിക്കൽ കോളേജും ഇദ്ദേഹത്തിൻ്റെ ജനസേവനത്തിൻ്റെ ഭാഗമായി ഉയർന്നു പൊങ്ങിയതാണ്. കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാർക്ക് മുന്നിൽ പോലും ഒരു അത്ഭുതം കണക്കുള്ള വളർച്ചയായിരുന്നു ബിലീവിയസ് ചർച്ചിൻ്റെയും മൈത്രോപോലിത്തയുടെയും കാര്യത്തിൽ ഉണ്ടായത്. കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആധ്യാത്മിക വഴിയിലൂടെ നീങ്ങിയ ഒരാൾക്ക് ശതകോടികളുടെ സമ്പാദ്യവും സഭാ സ്ഥാപനങ്ങളും പ്രവർത്തകരും വിശ്വാസികളും ഉണ്ടായി എന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ഭുതകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും യോഹന്നാൻ മൈത്രോപോലിത്തയുടെയും സഭാ സ്ഥാപനങ്ങളുടെയും വളർച്ചയിൽ
അസൂയ ഉണ്ടായ ആൾക്കാർ ഇവിടെ മാത്രമല്ല വിദേശത്തും ഉണ്ടായിരിക്കും എന്ന സംശയം വെറുതെ തള്ളിക്കളയാവുന്നതല്ല. യോഹന്നാൻ മൈത്രോപ്പൊലീത്തയുടെ അപ്രതീക്ഷിതമായ മരണം പലതരത്തിലുള്ള സംശയങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. മൈത്രോപ്പൊലീത്തയെ സംബന്ധിച്ചിടത്തോളം തികച്ചും പരിചിതമായ ഒരു സ്ഥലത്ത് അതിപുലർച്ചെ റോഡിൽ വാഹനപ്രളയമില്ലാത്ത സമയത്ത് എങ്ങനെയാണ് വാഹനം മൈത്രോപ്പൊലീത്തയെ ഇടിച്ചു വീഴ്ത്തിയത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. തികച്ചും ആൾത്തിരക്കില്ലാത്ത സമയത്ത് ഒരു വാഹനം ഓടി വന്ന് മൈത്രോപ്പൊലീത്തയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ അപകടപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശമുള്ള ആൾക്കാരുടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയേണ്ട കാര്യവുമില്ല. ലക്ഷക്കണക്കിന് വിശ്വാസികളും ആയിരക്കണക്കിന് സഭാപ്രവർത്തകരും സ്ഥാപനങ്ങളിലെ ആയിരക്കണക്കിന് ജീവനക്കാരും ആശങ്കയോടെ കേട്ട വാർത്തയാണ് യോഹന്നാൻ മൈത്രോപ്പൊലീത്തയുടെ അപകട മരണ വാർത്ത. തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അപകടവും തുടർന്നുള്ള മരണവും നടന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ഏത് എന്ന് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. യോഹന്നാൻ മൈത്രോപ്പൊലീത്തയുടെ വിശ്വാസികൾക്കിടയിലുള്ള സഭാപ്രവർത്തനങ്ങൾ സഭയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ ഉണ്ടാക്കിയിരിക്കാം. ഈ സാധ്യതയും തള്ളിക്കളയാതെ അന്തർദേശീയ തലത്തിൽ യോഹന്നാൻ മൈത്രോപ്പൊലീത്തയുടെ അപ്രതീക്ഷിതമായ മരണത്തിന് അന്വേഷണം നടത്തി സഭാവിശ്വാസികൾക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ വിദേശത്ത് എന്താണ് ഉണ്ടായത് എന്ന് വെളിപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കുകയാണ് വേണ്ടത്. യോഹന്നാൻ മൈത്രോപ്പൊലീത്തയുടെ സന്തത സഹചാരികൾക്കും അദ്ദേഹത്തിൻ്റെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുമുണ്ട്. വിശ്വാസികൾക്കും ഈ അപകട മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസിക അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികളും ആയിരക്കണക്കിന് സഭാപ്രവർത്തകരും സ്ഥാപനങ്ങളിലെ ആയിരക്കണക്കിന് ജീവനക്കാരും ആശങ്കയോടെ കേട്ട വാർത്തയാണ് യോഹന്നാൻ മൈത്രോപ്പൊലീത്തയുടെ അപകട മരണ വാർത്ത. തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അപകടവും തുടർന്നുള്ള മരണവും നടന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികൾ ഏത് എന്ന് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. യോഹന്നാൻ മൈത്രോപ്പൊലീത്തയുടെ വിശ്വാസികൾക്കിടയിൽ ഉള്ള സഭാപ്രവർത്തനങ്ങൾ സഭയിൽ തന്നെ അദ്ദേഹത്തിന് ശത്രുക്കളെ ഉണ്ടാക്കിയിരിക്കാം. ഈ സാധ്യതയും തള്ളിക്കളയാതെ അന്തർദേശീയ തലത്തിൽ യോഹന്നാൻ മൈത്രോപ്പൊലീത്തയുടെ അപ്രതീക്ഷിത മരണത്തിൽ അന്വേഷണം നടത്തി സഭാവിശ്വാസികൾക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ വിദേശത്ത് എന്താണ് ഉണ്ടായത് എന്ന് വെളിപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കുകയാണ് വേണ്ടത്. യോഹന്നാൻ മൈത്രോപ്പൊലീത്തയുടെ സന്തത സഹചാരികൾക്കും അദ്ദേഹത്തിൻ്റെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയവും നിലനിൽക്കുകയാണ്. വിശ്വാസികളിലും ഈ അപകട മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ മൈത്രോപ്പൊലീത്തയുടെ അപകട മരണത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. നന്ദി.